ചേട്ടാ ഹായ് ഹായ് കേൾക്കാം അല്ലേ? കേൾക്കാം കേൾക്കാം. സത്യം പറഞ്ഞ ഞാൻ ഇന്നത്തെ കാര്യം മറന്നുപോയി. നാളെ എനിക്കൊരു ഗസ്റ്റ് വരുന്നുണ്ട് രാവിലെ പുലർച്ചെ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹമാണ് എന്നെ ഈ പ്രോഗ്രാമിലേക്ക് എത്തിച്ച ഒരാളും കൂടിയാണ്. ഞാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി. എന്തായാലും ഞാന് ഇന്നത്തെ റിഫ്ലക്ഷൻ ഒന്ന് വായിച്ചിട്ട് മറ്റേ ദ സ്റ്റെപ്സ് വി ടുക്കിലേക്ക് പോവാന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ റിഫ്ലക്ഷൻ വളരെ ഇതേപോലെയുള്ള ഈ പുസ്തകം വായിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ എയുടെ തത്വങ്ങളെ കുറിച്ച് ഇതേപോലെയുള്ള അവസരങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോഴൊക്കെ വളരെ റിലേറ്റഡ് ആണ്, പ്രസക്തിയുള്ളതാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അതൊന്ന് വായിക്കാം. ഇന്നത്തെ റിഫ്ലക്ഷൻ: സെർവിങ് മൈ ബ്രദർ. The member talks to the newcomer not in a spirit of power, but in a spirit of humility and weakness. Alcoholics Anonymous comes of age, 279. The member talks to the newcomer. ഇതിലിപ്പോ ന്യൂ കമ്മർ ആയിക്കൊള്ളുന്നില്ല. പറഞ്ഞാൽ നമ്മൾ പരസ്പരം സംസാരിക്കുമ്പോഴും ഇത് ന്യൂ കമ്മറിനോടുള്ള ആ ഒരു മാഗ്നിറ്റ്യൂഡ് വേണമെങ്കിൽ വ്യത്യാസമായിരിക്കാം. ന്യൂ കമ്മർ ഒന്നും അറിയില്ല, പക്ഷെ പ്രോഗ്രാമിലുള്ളവരെല്ലാം അറിഞ്ഞവരുമല്ല എന്നുള്ള ഒരു ഇതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ദ മെമ്പർ ടോക്സ് ടു ദ ന്യൂ കമ്മർ നോട്ട് ഇൻ എ സ്പിരിറ്റ് ഓഫ് പവർ. ഒരു എനിക്കറിയും നിങ്ങൾക്കറിയില്ല അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഒരു 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 അടിച്ചമർത്തുന്ന അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു അതോറിറ്റേറ്റീവ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു പവറോട് കൂടിയിട്ട് തന്നെ പറയാം. പവർ എന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പം മനസ്സിലാവുന്നതാണ്. ബട്ട് ഇൻ ദ സ്പിരിറ്റ് ഓഫ് ഹ്യൂമിലിറ്റി ആൻഡ് വീക്ക്നെസ്. ഞാനും ഒരു മധ്യാസക്തനാണ്. എന്റെ വീക്ക്നെസ് എന്താണ്? ഞാനൊരു മധ്യാസക്തനാണ്. അതുകൊണ്ടുള്ള ഒരു എളിമയോടുകൂടി തന്നെയാണ് ഞാൻ എന്റെ മനോഭാവം ഉണ്ടായിരിക്കേണ്ടത്. അത് ഉണ്ടാവാത്തത് കൊണ്ടാണ് അത് ഉണ്ടായിരിക്കേണ്ടതെന്ന് പറയുന്നത്. സാധാരണഗതിയിൽ എനിക്ക് എന്നെ പോലുള്ള ഒരു മധ്യാസക്തന് ഈ പറയുന്നത് അങ്ങനെയാണ് തോന്നുന്നത്. ആസ് എ ഡേയ്സ് പാസ് ഇൻ ഇത് വായിച്ചു വരുമ്പോൾ അത് ഒന്നുകൂടി വ്യക്തമാവും. ആസ് എ ഡേയ്സ് പാസ് ഇൻ Alcoholics Anonymous, I ask God to guide my thoughts and the words that I speak. അപ്പൊ എനിക്ക് എല്ലാം അറിയുന്നുണ്ടെങ്കിൽ ഇത് ചോദിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ Alcoholics Anonymousൽ ദിവസങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ ഞാൻ ദൈവത്തോട് എന്നെ എന്റെ ചിന്തകളെ നയിക്കാനായിട്ട് ഞാൻ പറയും, എന്റെ വാക്കുകളെ നയിക്കാനായിട്ട്. ഇൻ ദിസ് ലേബർ ഓഫ് കണ്ടിന്യൂസ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ ഫെലോഷിപ്പ്. എന്റെ ഈ തുടർച്ചയായിട്ടുള്ള ഈ ഫെലോഷിപ്പിൽ അല്ലെങ്കിൽ ഈ കൂട്ടായ്മയിൽ ഞാൻ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഐ ഹാവ് ന്യൂമറസ് ഓപ്പർച്യൂണിറ്റീസ് ടു സ്പീക്ക്. എനിക്ക് ഒരുപാട് സംസാരിക്കാൻ, അതാ ഞാൻ പറഞ്ഞു, സംസാരിക്കാനോ അല്ലെങ്കിൽ ഇതേപോലെ വായിക്കാനോ ഒക്കെ ഒരുപാട് അവസരങ്ങൾ കിട്ടാറുണ്ട്. സോ ഐ ഫ്രീക്വന്റ്ലി ആസ്ക് ഗോഡ് ടു ഹെൽപ്പ് മീ വാച്ച് ഓവർ മൈ തോട്ട്സ് ആൻഡ് മൈ വേർഡ്സ് ആൻഡ് ദാറ്റ് മേ ബി ദ ട്രൂ ആൻഡ് പ്രോപ്പർ റിഫ്ലക്ഷൻ ഓഫ് അവർ പ്രോഗ്രാം. അതായത് ഞാൻ വായിക്കുമ്പോഴോ സംസാരിക്കുമ്പോഴോ ഈ പ്രോഗ്രാമിന്റെ ഒരു പ്രതിച്ഛായ ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്, അല്ലാണ്ട് എന്റെ സ്വഭാവമോ അല്ലെങ്കിൽ എന്റെ അകത്തുള്ള കാര്യങ്ങളോ ആയിരിക്കാൻ പാടില്ല. ഇതിന് വേണ്ടി തന്നെയാണ് ഞാനിത് ഈ ഒരു ലൈൻ വായിച്ചത് കൊണ്ട് തന്നെയാണ് എനിക്കിന്ന് ഇതുകൂടി വായിക്കണമെന്ന് തോന്നിയത്. നമ്മൾ ഡീവിയേറ്റ് ചെയ്യാണ്, പക്ഷെ ഇത് ഈ വായിക്കുന്നതുമായിട്ടും നേരിട്ട് ബന്ധമുള്ളത് കൊണ്ടാണ് ഞാനത് വായിക്കാമെന്ന് വിചാരിച്ചത്. To focus my aspirations once again to seek his guidance, his capital. ദൈവത്തിന്റെ ഒരു ഗൈഡൻസ് ആണ് എനിക്ക് കിട്ടേണ്ടത്. again and again his guidance to help me, but his guidance to help me be truly kind and loving, helpful and healing, yet always filled with humility. സ്നേഹത്തോടും ഉപകാരപ്രദമായിട്ടും പിന്നെ രോഗശമനത്തിനും ആയിട്ട്
ആണെങ്കിലും എളിമ വിടാതെ, എളിമയുണ്ടാവുന്നതിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ പ്രോഗ്രാമിന്റെ പ്രതിച്ഛായ ആയിരിക്കണം സംഭവിക്കേണ്ടത്. ഫ്രീ ഫ്രം എനി ട്രേസ് ഓഫ് അറഗൻസ്. എന്നിൽ മദ്യാസക്തന്റെ ഒരു വളരെ പ്രകടിതമായിട്ടുള്ള ഒരു സ്വഭാവമാണ് അഹങ്കാരം. അത് പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയോടുകൂടി അത് പ്രാർത്ഥിക്കുമ്പോൾ അതൊന്നുകൂടി റിമൈൻഡ് ചെയ്ത് എന്നോട് തന്നെ ഞാൻ റിമൈൻഡ് ചെയ്തുകൊണ്ട് അത് തന്നെയാണ്. ടുഡേ ഐ മേ ബി വെരി വെൽ ടുഡേ ഐ മേ വെരി വെൽ ഹാവ് ടു ഡീൽ വിത്ത് ഡിസഗ്രിയബിൾ ആറ്റിറ്റ്യൂഡ്സ്. ഇതിപ്പോ ഡിസഗ്രിയബിൾ ആറ്റിറ്റ്യൂഡ്സ് എപ്പോഴും എന്റെ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ ആശയവിനിമയം ചെയ്യുമ്പോഴൊക്കെ ഉണ്ടാവാറുള്ള ഒരു സംഭവം തന്നെയാണ്. ഓർ utterances the typical stock in trade attitude of this still suffering alcoholic. ഒരുപക്ഷെ സ്റ്റിൽ സഫറിങ് ഇപ്പോഴും മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോഴും മദ്യാസക്തി രോഗം വല്ലാത്ത രീതിയിൽ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആളുടെ ഒരു മനോഭാവം അറിയാലോ. Attitudes or utterances the typical stock in trade attitude of the still suffering alcoholic. If this should happen, I will take a moment to center myself to God. അതാണ് ധൃതി വെച്ച് ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് പോലും ഒന്ന് ഗിയർ ഡൗൺ ചെയ്യുക, ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ആ ദൈവത്തിന്റെ ഒരു നിർദ്ദേശത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ചെയ്യുക എന്നുള്ളതാണ്. So that I will be able to respond from a perspective of composure, strength and sensibility. ഈ composure, strength, sensibility. composure വെച്ചാല് ഒരു അടക്കത്തോട് കൂടിയിട്ടുള്ളൊരു ഭാവം, strength നല്ല ബലം, ആൻഡ് സെൻസിബിലിറ്റി പറയുന്ന കാര്യത്തിൽ അർത്ഥമുള്ളതായിട്ടുള്ള ഒരു. അപ്പൊ ഇത് മൂന്നും സംഭവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആ ദൈവകാരുണ്യം കിട്ടാൻ വേണ്ടി ഞാൻ എന്റെ ഗിയർ ഡൗൺ ചെയ്ത് വേണം സംസാരിക്കുമ്പോൾ ഈ ഒരു മനോഭാവം ഉണ്ടാവണം എന്നുള്ളത് ഫ്രം ദ ബുക്ക് ഡെയിലി റിഫ്ലക്ഷൻസ് എടുത്തത് തന്നെയാണ്. അപ്പൊ ഇതൊന്ന് വായിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഞാൻ പുസ്തകത്തിലേക്ക് കിടക്കാം. We look at the 12 steps as just simple principles without a lot of instructions. ഒരുപാട് നിർദ്ദേശങ്ങളില്ലാത്ത, നമുക്ക് നിർദ്ദേശങ്ങളായിട്ട് കാണാതെ 12 പടികളെ തത്വങ്ങളായിട്ട് കാണാനാണ് പറയുന്നത്. ആൻഡ് പീപ്പിൾ ഷോ യു ഹൗ ടു യൂസ് ദോസ് പ്രിൻസിപ്പിൾസ്. നമ്മളുടെ ഈ കൂട്ടായ്മയിലുള്ള ആളുകൾ അല്ലെങ്കിൽ നമ്മൾക്ക് ഈ ആൽക്കഹോളിക്സ് അനോണിമസ് പ്രോഗ്രാം കാണിച്ചു തരുന്നത് എങ്ങനെയാണോ എടുത്ത് ഉപയോഗിക്കേണ്ടതെന്ന്. I think religion took the same principles, put a lot of instructions with them, added a lot of comment to them over 1,000 years ago, to where now people can hardly find the principles in their programs. Often religious groups have gotten involved in other things and gotten away from the basic principles of how to live. ഇതിനെ ഒരു മതപരമായിട്ടുള്ള ഒരു ഇതായിട്ട് പറയുകയാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു അതുമായിട്ട് കമ്പയർ ചെയ്യാണ്. അവിടെ ശരിയായ ദിശയിലേക്ക് പോവാതെ അത് വ്യഭിചരിച്ചു പോയ ഒരു കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. അതായത് ആൽക്കഹോളിക്സ് അനോണിമസിൽ തത്വങ്ങൾക്ക് മുൻസ്ഥാനം കൊടുത്തുകൊണ്ട്, തത്വങ്ങളിൽ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുന്നത് കൊണ്ട് തത്വങ്ങൾ എങ്ങനെ ജീവിക്കണം എന്നുള്ള തത്വങ്ങൾ മറ്റു ആൽക്കഹോളിക്സ് അനോണിമസിന് പുറത്ത് അത് വേണ്ട രീതിയിൽ എടുത്ത് ഉപയോഗിക്കാത്തത് കൊണ്ടുള്ള ഒരു താരതമ്യം ചെയ്തുകൊണ്ട് അവിടെ ഉണ്ടായിട്ടുള്ള അധപ്പതനത്തെ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിട്ടുള്ള ഒരു പോരായ്മയാണ് ഇവിടെ എടുത്തു കാണിക്കുന്നത്. സോ ദ ഹോൾ പ്രോസസ് ഫ്രം നൗ ഓൺ ഈസ് ചേഞ്ച്. We must be open, we must be willing, we must see the power of change. അപ്പൊ ഇതില് മാറ്റം അനിവാര്യമാണ് എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ഓപ്പനായിരിക്കണം എന്ന് പറയുമ്പോൾ തന്നെ എനിക്കുണ്ടായിട്ടുള്ള ഒരു തെറ്റിദ്ധാരണയായിരുന്നു. ഞാൻ ഈ പ്രോഗ്രാമിൽ വന്ന ശേഷമാണ്
ഓപ്പൺനെസ്സിനെ കുറിച്ച് എന്റെ സ്പോൺസർ എന്നോട് പറഞ്ഞു, ഓപ്പൺ ആയിരിക്കണം വെച്ചാല് തുറന്നു സംസാരിക്കുന്നതാണ് ഓപ്പൺ എന്ന് ഞാൻ വിചാരിച്ചു. ഇവിടെ ഓപ്പൺ എന്ന് പറയുന്നത് സ്വീകാര്യതമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയെ കുറിച്ചാണ് പറയുന്നത്. അത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ആരെന്ത് പറഞ്ഞാലും ഞാൻ സ്വീകരിക്കാത്ത ഒരു മാനസികാവസ്ഥയായിരുന്നു. ഞാൻ ഓപ്പൺ ആയിരുന്നില്ല. അപ്പൊ അതാണ് ഇവിടെ വേണ്ടത്. വി മസ്റ്റ് ബി ഓപ്പൺ. അതുണ്ടെങ്കിൽ മാത്രമേ ആഗ്രഹം ഉണ്ടാവുള്ളൂ. വില്ലിങ്നെസ് എന്റെ ആഗ്രഹം. വി മസ്റ്റ് സീ ദ പവർ ഓഫ് ചേഞ്ച്. മാറ്റത്തിന്റെ ശക്തി അവിടെ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. വി മസ്റ്റ് റിയലൈസ് അവർ ഇനബിലിറ്റി ടു ചേഞ്ച് എനിവൺ എൽസ്. ഇവിടെ വളരെ പ്രകടിതമായിട്ട് മനസ്സിലാക്കേണ്ടത്, വളരെ നമുക്ക് തന്നെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, എനിക്ക് വേറൊരാളെ മാറ്റാൻ പറ്റില്ല എന്നുള്ള കാര്യം തന്നെയാണ്. വി ക്യാൻ സീ ഓൾ ദ ഫ്രസ്ട്രേഷൻസ് ദിസ് ഹസ് ബ്രോട്ട് ഇൻ ടു അവർ ലൈഫ്സ്. ഇതുകൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന വെറുപ്പും വിദ്വേഷവും, നമുക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള വിദ്വേഷങ്ങളൊക്കെ നമുക്ക് തന്നെ കാണാൻ സാധിക്കും. We have learned that the key to changing a situation from now on is to change ourselves. നമുക്ക് ചുറ്റും ഉള്ള പരിതസ്ഥിതികളെ മാറ്റുവാൻ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, നമ്മൾ മാറുക എന്നുള്ളത് തന്നെയാണ്. ഇത് നമ്മൾ എന്ന് ഞാൻ പറയുമ്പോൾ ശരിക്കും ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ മാറുക. എനിക്ക് ചുറ്റുമുള്ള പരിതസ്ഥിതികൾ മാറണമെങ്കിൽ ഞാൻ മാറുക എന്നുള്ളത്. ചേഞ്ച് അവർ റിയാക്ഷൻസ്. എന്നിലുണ്ടാവുന്ന റിയാക്ഷൻസ്, ഞാൻ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതിനൊക്കെല്ലാം മാറ്റണം. ചേഞ്ച് അവർ റിയാക്ഷൻസ് ആൻഡ് നോട്ട് ഈവൻ ട്രൈ ടു ചേഞ്ച് എനിബഡി എൽസ്. വേറെ ആരെയും മാറ്റാൻ ഞാൻ ശ്രമിക്കരുത് എന്ന് തന്നെയാണ് പറയുന്നത്. The best way to change things out there is to change ourselves. പുറത്ത് ഞാൻ ഇപ്പൊ വായിച്ചതിന്റെ വേറൊരു ഷോർട്ടായിട്ട് ബ്രീഫായിട്ട് പറയണം. പുറത്തുള്ള കാര്യങ്ങളെ മാറ്റണമെങ്കിൽ എന്റെ അകത്തുള്ള കാര്യങ്ങളെ ഞാൻ മാറണം. എന്റെ അകത്തുള്ള കാര്യങ്ങളെ ഞാൻ മാറ്റണം. We change our reactions and we are free. We change our reactions, we are free. എന്റെ പ്രതികരണത്തിനുള്ള ഇത് മാറ്റം ഉണ്ടാവുമ്പോൾ ഞാൻ സ്വതന്ത്രനാവുകയാണ്. ആൻഡ് ഐറോണിക്കലി ബൈ ഡൂയിങ് സോ വി മേ പ്രൊഡ്യൂസ് സം ചേഞ്ചസ് ഔട്ട് ദെയർ. അപ്പൊ അങ്ങനെയാണ് പുറമേയുള്ള ഇതിന്റെ ഒരു വേറൊരു വശം എന്താണെന്ന് നോക്കുമ്പോൾ പുറത്തുള്ള കാര്യങ്ങൾ മാറിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. When we were drinking or using drugs or pursuing any other compulsion, we were trying to fill our emptiness with the wrong things. എന്നിലുണ്ടാവുന്ന ഒരു ശൂന്യതയെ ഞാൻ സബ്സ്റ്റൻസ്, അതായത് ഡ്രഗോ ആൽക്കഹോളോ അങ്ങനെ എന്തെങ്കിലും കൊണ്ട് ഞാൻ ആ ശൂന്യതയെ നിറയ്ക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്ന സമയം, alcohol, drugs, food control of other people, all these are expressions of people who don't have the principles for living. അവിടെയാണ് ഈ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള തത്വങ്ങൾ, ഇല്ലായ്മ, പോരായ്മ. അതുകൊണ്ടാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. These compulsions are just symptoms of the problem. ഇതെനിക്ക് തോന്നുന്നു വളരെ ശാസ്ത്രീയമായിട്ടും ഇത് ശരി തന്നെയാണ്. These compulsions, ഇതുപോലുള്ള നിർബന്ധങ്ങൾ എന്താണെന്ന് വെച്ചാല് ഈ പ്രശ്നങ്ങളുടെ ഒരു മുഖച്ഛായയാണ്, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ പുറത്തറിയുന്ന ഒരു സിംറ്റമാണ്. ആൻഡ് ദ സ്റ്റെപ്സ് ഡോണ്ട് ഡീൽ വിത്ത് ദ സിംറ്റംസ്. സാധാരണ ഈ മെഡിക്കൽ ഇതിലൊക്കെ പറയാറുണ്ട്, വൈദ്യശാസ്ത്രത്തിലൊക്കെ പറയാറുണ്ട്, സിംറ്റംസിനെ ട്രീറ്റ് ചെയ്യാതെ അണ്ടർലൈങ് ഡിസീസിനെ ട്രീറ്റ് ചെയ്യണം എന്ന്. അതുപോലുള്ളൊരു കാര്യം തന്നെയാണ് പറയുന്നത്. നമ്മളുടെ പടികള് ഈ സിംറ്റംസും ആയിട്ടും അല്ല ഡീൽ ചെയ്യുന്നത്. പിന്നെ എന്തായിട്ട് ഡീൽ ചെയ്യുന്നത്? ദ സ്റ്റെപ്സ് ആർ നോട്ട് ടോക്കിംഗ് അബൌട്ട് ഡീലിംഗ് വിത്ത് ആൽക്കഹോൾ. പടികൾ ഒരിക്കലും മദ്യം അല്ലെങ്കിൽ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഡ്രഗുമായിട്ടല്ല ഡീൽ ചെയ്യുന്നത്. ഡ്രഗ്സ്, ഫുഡ്, കോഡിപെൻഡൻസി, ഇതൊന്നും ആയിട്ടല്ല പടികളുടെ ഡീലിങ്സ്. ദ സ്റ്റെപ്സ് ടീച്ചസ്
ഹൗ ടു ലിവ്. ഞാൻ എങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് പടികൾ. ശരിക്കൊരു പഠനം തന്നെയാണ് പടികൾ. ജീവിക്കാൻ പഠിപ്പിക്കുന്ന തത്വങ്ങളാണ് പടികളിൽ എന്നാണ് ഇവിടെ ഊന്നി പറയുന്നത്. ദ സ്റ്റെപ്സ് ടീച്ചസ് ഹൗ ടു ലിവ്. അതുകൊണ്ട് തന്നെയാണ് പടികളുടെ പ്രാധാന്യത്തെ കുറിച്ചും നമ്മൾ തോരാതെ ഈ പ്രോഗ്രാമിൽ കേൾക്കുന്നത്. If we are learning how to live and practicing the principles, then the problem won't be there because it's just a symptom. അപ്പൊ ഇതില്ലാത്തത് കൊണ്ടാണ് ആ സിംറ്റം അവിടെ കാണുന്നത്. ഏത്? ഈ തത്വങ്ങളെ പാലിക്കാതെ ജീവിക്കുന്നത് കൊണ്ടാണ് ആ സിംറ്റംസ് അവിടെ ഉണ്ടാവുന്നത്. അപ്പൊ ഈ തത്വങ്ങളെ പാലിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ആ സിംറ്റംസ് ഉണ്ടാവില്ല. അപ്പം അവിടെയാണ് ഒരു സൊല്യൂഷൻ കിട്ടുന്നതെന്ന് തന്നെയാണ് പറഞ്ഞു വരുന്നത്. വാട്ട് എവർ അവർ കമ്പൽഷൻസ് ഓർ അഡിക്ഷൻ ഈസ്, നമ്മളുടെ നിർബന്ധതയും അല്ലെങ്കിൽ നമ്മളുടെ അഡിക്ഷൻ എന്തോ ആവട്ടെ, ഇറ്റ് ഈസ് ഓൺലി എ സിംറ്റം. അതാണ് വീണ്ടും അതിലേക്കാണ് വരുന്നത്. അത് ഇതിന്റെ ഒരു സിംറ്റമാണ്. അതിന്റെ ഒരു ഛായ, അത് പുറത്തറിയുന്ന ഒരു ഛായയാണ്, അത്രേ ഉള്ളൂ. ഇറ്റ്സ് എ സിംറ്റം ഓഫ് എൻ അണ്ടർലൈൻ ഇൽനെസ്. ഇതിന്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ ടെമ്പറേച്ചർ. നമുക്ക് ടെമ്പറേച്ചർ ബോഡിയിൽ കൂടുമ്പോൾ ബോഡിയുടെ അകത്ത് എന്തോ ഒരു ഇൻഫെക്ഷൻ ഉണ്ട് എന്നുള്ള ഇൻഫെക്ഷൻ ആണ് പ്രോബ്ലം. ടെമ്പറേച്ചർ ഒരു സിംറ്റം ആണ്. അതേപോലെ തന്നെയാണ് വാട്ട് എവർ അവർ കമ്പൽഷൻ ഓർ അഡിക്ഷൻ ഇസ്, ഇറ്റ് സിംപ്ലി. അപ്പൊ അത് സിംറ്റമാണ്. ഈ ടെമ്പറേച്ചർ പോലെയാണ് ഈ കമ്പൽഷനും അഡിക്ഷനും പുറത്ത് കാണുന്ന സംഭവം. There will never be enough of this thing we think we want. There will never be enough of this thing we think we want when we are living lives based on self. Never enough of what we think will satisfy us. There will never be enough of this thing we think we want when we are living lives based on self. Never enough of what we think will satisfy us. അപ്പൊ എന്ത് ചെയ്താലും അതിലൊരു തൃപ്തി വരാതെയുള്ള ഒരു ഭാവം. നേരത്തെ പറഞ്ഞു, നമുക്ക് ഉണ്ടാവുന്ന കമ്പൽഷനെ കുറിച്ചും അഡിക്ഷനെ കുറിച്ചും പറയാം. എന്ത് ചെയ്താലും ഒരു തൃപ്തി വരാത്ത ഒരു ഭാവത്തെ കുറിച്ച് പറയാണ്. There will never be enough of this. പോരായ്മ ഉണ്ടാവുള്ളൂ കമ്പൽഷൻ അഡിക്ഷനും കൊണ്ട്. ബട്ട് ഇഫ് വി യൂസ് ദി പ്രോഗ്രാം വി ക്യാൻ ഗെറ്റ് ഓവർ അവർ കമ്പൽഷൻ. അപ്പൊ ഈ പ്രോഗ്രാം, ഈ എങ്ങനെ ജീവിക്കണം എന്നുള്ള ഈ പടികളിലൂടെ തത്വങ്ങൾ അതെടുത്ത് പ്രയോഗിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് വി ക്യാൻ ഗെറ്റ് ഓവർ അവർ കമ്പൽഷൻ. ഈ നേരത്തെ പറഞ്ഞ ആ തൃപ്തിയില്ലായ്മ കൊണ്ടുള്ള ഒരു നിർബന്ധാവസ്ഥ, അത് നമുക്ക് അത് മറികടക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. ഇറ്റ് ഈസ് എ സിമ്പിൾ പ്രോസസ്. Not only do we get over it, but we find out the result of getting over it is that we get some living skills we had never have gotten if we hadn't the problems. So actually we come out of the situation a lot better than we went into it. We gain the tools to live by. ജീവിക്കാനുള്ള ഒരു മാർഗം, ജീവിക്കാനുള്ള ഒരു ഉപകരണമായിട്ടാണ് ഇതിനെ കാണുന്നത്. അതിൽ വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ബട്ട് ഇഫ് വി യൂസ് ദി പ്രോഗ്രാം വി ക്യാൻ ഗെറ്റ് ഓവർ ഈ നിർബന്ധാവസ്ഥയെ നമുക്ക് മറികടക്കാൻ കഴിയും. അതും കൂടാതെ, അത് മാത്രമല്ല, ഇറ്റ് ഈസ് എ സിമ്പിൾ പ്രോസസ്. അതാണ് അറിയാത്തത്. വളരെ ലളിതമായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അത് ആ രോഗാവസ്ഥയിലുള്ള പറയുന്നില്ല, പിന്നീടാണ് പറയുന്നത്. ഇറ്റ് ഈസ് എ സിമ്പിൾ പ്രോസസ്. നോട്ട് ഓൺലി ഡു വി ഗെറ്റ് ഓവർ, നമ്മൾ ഈ പ്രശ്നം മറികടക്കുക മാത്രമല്ല, ബട്ട് വി ഫൈൻഡ് ഔട്ട് റിസൾട്ട്സ് ഓഫ് ഗെറ്റിംഗ് ഓവർ ഇറ്റ്. അതിന്റെ ഒരു റിസൾട്ട്, അല്ലെങ്കിൽ അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് നോക്കുമ്പോൾ ദാറ്റ് വി ഗെറ്റ് സം ലിവിങ് സ്കിൽസ്. നമുക്ക് ജീവിക്കാനുള്ള ജീവിതം
എങ്ങനെ ജീവിക്കണം എന്നുള്ള ഒരു സ്കില്ല്, ഒരു കഴിവ് നമുക്ക് കിട്ടും. വി ഹാഡ് നെവർ it is that we get some living skills we had never have gotten if we had. അപ്പൊ ഈ പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഇതുപോലുള്ള ഒരു കഴിവ് നമുക്ക് കിട്ടുന്നതും ഈ പ്രോഗ്രാമിലൂടെ നമുക്ക് കിട്ടുന്നതും ഇതൊക്കെ സംഭവിക്കുന്നത് ഈ പ്രശ്നം ഉള്ളത് കൊണ്ടാണ്. ഈ പ്രശ്നം ഇല്ലാതിരുന്നെങ്കിൽ ഇതൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പൊ ചിലവര് പറയാറുണ്ട്, അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്, ഞാനൊരു മദ്യാസക്തനായത് നന്നായി എന്ന് പോലും ചിലവര് പറയാറുണ്ട്. എന്നുവെച്ചാൽ അതിപ്പോ നന്നായില്ലയോ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് പറയണം. അതായത് അത് എന്റെ കയ്യിലില്ല. ഞാനൊരു മദ്യാസക്തനായിട്ട് ജനിക്കാൻ കാരണം എനിക്ക് തോന്നിയില്ല ഞാനാണെന്ന്. ഞാനങ്ങനെ ജനിച്ചു പോയി. പക്ഷെ അതിലെനിക്ക് ചോയ്സ് ഒന്നുമില്ല. പക്ഷെ ഈ പ്രോഗ്രാമിന്റെ ആ ഒരു ഗുണങ്ങളൊക്കെ ഞാൻ അനുഭവിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു തോട്ടായിട്ടാണ് എനിക്കിത് തോന്നുന്നത്. അപ്പോ നന്നായി, ആ മദ്യാസക്തനായി ജനിച്ച് നന്നായി ഞാൻ തന്നെ തിരിച്ചറിയുന്ന ഒരവസ്ഥയാണ് ഇവിടെ പറയുന്നത്. എന്തുകൊണ്ടാണ് നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാനുള്ള സ്കിൽസ് കിട്ടി. ഈ സ്കില്ല് നമുക്ക് ഈ പ്രശ്നമില്ലെങ്കിൽ ഒരുപക്ഷെ കിട്ടിയിട്ടുണ്ടാവില്ല. കിട്ടിയിട്ടുണ്ടാവില്ല, ഉറപ്പാണ്. അത് ഒരുപക്ഷെ എന്ന് പറയേണ്ട കാര്യമില്ല. അത് വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പൊ ആ ഒരു വശം വെച്ച് നോക്കുമ്പോൾ വളരെ ശരിയാണ്. അതായത് മദ്യാസക്തനായി ജനിച്ചത് കൊണ്ട് ഈ പ്രോഗ്രാമിന്റെ സഹായത്തോടു കൂടി ഇന്ന് കിട്ടുന്ന ഈ നിറവോട് കൂടിയിട്ടുള്ള ഒരു ജീവിതം എനിക്ക് ജീവിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. I always like to use the illustration of how to lose weight when we talk about the principle of change. ശരീരഭാരം കുറയ്ക്കുന്ന ഒരു ഇല്ലസ്ട്രേഷൻ, ഒരു ഉദാഹരണം ആണ് ഇവിടെ പറയുന്നത്. If you want to change the body, you use the same principle as you use to change the mind. ശാരീരികമായിട്ട് മാറ്റം സംഭവിക്കണമെങ്കിൽ മാനസികമായിട്ട് മാറ്റങ്ങൾ സംഭവിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. ദ ബോഡി ഈസ് എ റിസൾട്ട് ഓഫ് ദ ഫുഡ്. കഴിക്കുന്ന ആഹാരമാണ് ബോഡി ആയിട്ട് കാണുന്നത്. വി പുട്ട് ഇൻ ടു ഇറ്റ്, നമ്മളെ ശരീരത്തിലേക്ക് കയറ്റി വിടുന്ന സാധനം തന്നെയാണ്, ആഹാരം തന്നെയാണ് ശരീരമായിട്ട് കാണുന്നത്. That what our minds are the results of the thoughts that we have put into. അതേപോലെ തന്നെയാണ് അത് ബ്രാക്കറ്റ് കൊടുക്കുകയാണ്. അതായത് എങ്ങനെ ശരീരം ആഹാരം കൊണ്ട് രൂപാന്തരപ്പെടുന്നു, മനസ്സ് രൂപാന്തരപ്പെടുന്നത് നമ്മൾ അതിലേക്ക് കൊടുക്കുന്ന ചിന്തകൾ തന്നെയാണ്. ഫ്രം ദ വെരി ഫസ്റ്റ് വൺ വി ഹാഡ് അൺടിൽ ടുഡേ. ആദ്യത്തെ ചിന്ത ഉണ്ടായതും തൊട്ട് ഇതുവരെ ഉണ്ടായിട്ടുള്ള ചിന്തകൾ തന്നെയാണ് മാനസികാവസ്ഥയെ രൂപാന്തരപ്പെടുത്തുന്നത്. ഇഫ് വി വോണ്ട് ടു ചേഞ്ച് ദ ബോഡി വി ഹാവ് ടു ചേഞ്ച് ദ ഫുഡ്. സോ ഇപ്പോഴുള്ള ഈ ആഹാരം കൊണ്ട് രൂപാന്തരപ്പെട്ടിട്ടുള്ള എന്റെ ശരീരത്തെ എനിക്ക് മാറ്റണമെങ്കിൽ എനിക്ക് എന്റെ ആഹാരത്തിനെ മാറ്റണം. അപ്പോഴേ എന്റെ ഈ ശരീരം മാറുള്ളൂ. ഇഫ് യു വോണ്ട് ടു ലൂസ് സം വെയിറ്റ് യു ഹാവ് ടു stop eating the food you really like. ഇതൊരു വളരെ പഴയതായിട്ടുള്ള ഒരു തത്വം തന്നെയാണ്. ഇഷ്ടമുള്ള ആഹാരം കഴിക്കുന്നത് നിർത്തണം. അത് പ്രത്യേകിച്ച് പറയുന്നത് ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇഷ്ടമുള്ള ആഹാരം കുറയ്ക്കണം എന്നുള്ളതാണ്. മേ ബി ഇറ്റ്സ് ക്യാൻഡി ഓർ ഫാസ്റ്റ് ഫുഡ്സ്, മിൽക്ക് ഷേക്സ് ആൻഡ് ഫ്രഞ്ച് ഫ്രൈസ് ആൻഡ് ഓൾ ദാറ്റ് സ്റ്റഫ്. അതെ, സാധാരണ രീതിയിൽ ഇത് നമ്മളെല്ലാവരും പല സ്ഥലത്തും കേട്ടിട്ടുള്ളതാണ്. ഇതേപോലുള്ള ഫ്രൈഡ് ഐറ്റംസ്, മിഠായി, സ്വീറ്റ്, ക്യാൻഡി എന്ന് പറയുന്നത് സ്വീറ്റ്, അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡൊക്കെ ഒരുപാട് ഇതേപോലുള്ള ഓർഗാനിക് അല്ലാത്ത, അതിന്റെ ടെക്നിക്കാലിറ്റീസിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ജസ്റ്റ് സൂപ്പർഫിഷ്യലായിട്ട് പറയണം മേലെ ഉള്ള കാര്യങ്ങൾ. ഈ ഫാസ്റ്റ് ഫുഡിലൊക്കെ സാധാരണ അവരുപയോഗിക്കുന്ന എണ്ണകളോ അല്ലെങ്കിൽ അവരുപയോഗിക്കുന്ന അത് ഉണ്ടാക്കാനുള്ള നാച്ചുറൽ അല്ലാത്ത സാധനങ്ങളൊക്കെ ആയതുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്. അപ്പോ മിൽക്ക് ഷേക്സ് ആൻഡ് ഫ്രഞ്ച് ഫ്രൈസ് ആൻഡ് ഓൾ അതുപോലുള്ള ഉദാഹരണങ്ങൾ, ദോസ് തിങ്സ് ആർ ഒബ്ജക്ഷണബിൾ. നേരത്തെ പറഞ്ഞ ഒബ്ജക്ഷണബിൾ പിന്നെയും വരുന്നുണ്ട്. എനിക്ക് പറ്റാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ.
അല്ലെങ്കിൽ എനിക്ക് പറ്റാത്ത കാര്യങ്ങൾ എന്ന് പറയുന്നതിനെക്കാട്ടും ശരീരഭാരം കുറയ്ക്കാൻ, ശരീരഭാരം കുറയ്ക്കണമെങ്കിൽ ഇതൊക്കെ ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ ഇതൊക്കെ പുറന്തള്ളപ്പെടേണ്ട ഒരു സംഗതികളാണ്, ഒബ്ജക്ഷണബിൾ ആയിട്ടുള്ള സംഗതികളാണ്. ആൻഡ് വൈ ആർ ദി ഒബ്ജക്ഷണബിൾ? യു ലുക്ക് ഇൻ ടു ദ മിറർ ആൻഡ് സോ യുവർ സെൽഫ്. ഞാൻ എന്നെ തന്നെ കണ്ണടയിൽ കാണുമ്പോൾ, എന്റെ ശരീരഭാരത്തോടു കൂടിയിട്ട് എന്നെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുകയാണ് എന്റെ ഈ ആഹാരങ്ങളൊക്കെ എനിക്ക് ഒബ്ജക്ഷണബിൾ ആണ്, എനിക്ക് വിരോധമാണ് എന്നുള്ളത്. ആൻഡ് യു സോ ഹൗ യു ലുക്ക് ആൻഡ് യു സോ ദ റിസൾട്ട്സ് ഓഫ് ഈറ്റിംഗ് ദോസ് ഫുഡ്സ്. അതുപോലുള്ള ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ മധുര പലഹാരങ്ങളും അല്ലെങ്കിൽ ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസും കഴിച്ച് ഞാൻ ഏത് രീതിയിലാണ് എൻ്റെ ശരീരം എനിക്ക് കണ്ണടയിൽ കണ്ടത് എന്നുള്ളത് ഞാൻ തന്നെ കാണുകയാണ്. ആൻഡ് യു സോ ദ റിസൾട്ട്സ് ഓഫ് ഈറ്റിംഗ്, ആ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു അതിൻ്റെ ഒരു റിസൾട്ട് എന്താണെന്ന് ഞാൻ തന്നെ കണ്ടു. വെൻ വി ലുക്ക്ഡ് അറ്റ് ദി മിറർ വിത്ത് സ്റ്റെപ്പ് 4 and 5 വി സോ അവർ പേഴ്സണാലിറ്റീസ്. അതാണ് 4ാം പടിയും 5ാം പടിയും ചെയ്യുമ്പോഴാണ് അത് കാണുന്നത്. 4ാം പടി 5ാം പടി, അവിടേക്കാണ് 4ാം പടി 5ാം പടിയും കൊണ്ടുവരുന്നത്. 4ാം പടി 5ാം പടിയും ചെയ്യുമ്പോഴാണ് ഞാൻ എന്താണെന്ന് എനിക്ക് കാണാൻ സാധിക്കുന്നത് കണ്ണടയിൽ. നൗ ദോസ് ഫുഡ്സ് ഹാവ് ബിക്കം ഒബ്ജക്ഷണബിൾ. അപ്പൊ പിന്നീട് മനസ്സിലായി ഈ ഭക്ഷണങ്ങൾ എനിക്ക് പറ്റാത്തതാണ് എന്നുള്ളത്. ഇഫ് യു വോണ്ട് ടു ചേഞ്ച്, then you have to not eat those foods. എനിക്ക് മാറണമെങ്കിൽ ഇതുവരെ ഈ കഴിച്ചിരുന്ന ഇതുപോലുള്ള എൻ്റെ ശരീരഭാരം കൂട്ടുന്ന ഭക്ഷണങ്ങളെ കഴിക്കാതെ ഇരിക്കണം എന്നുള്ളത്. യു ഹാവ് ടു ഡിനൈ യുവർ സെൽഫ്. എനിക്ക് തന്നെ അവയെ മാറ്റി നിർത്താനുള്ള ഒരു അവസ്ഥയിലേക്ക് പോകണം. When you don't eat those foods, you have to turn around and make yourself eat others that you probably don't like. അപ്പൊ ഇതിന് പകരം കഴിക്കേണ്ട ഭക്ഷണങ്ങൾ ഒരുപക്ഷെ ഞാൻ ഇഷ്ടപ്പെടാത്തതായിരിക്കാം. അപ്പൊ അത് ഞാൻ കഴിക്കാൻ തുടങ്ങണം എന്നാണ് പറയുന്നത്. ഞാൻ ഇഷ്ടപ്പെടാത്തതായിരിക്കാം, അതിനെ കഴിക്കാൻ തുടങ്ങണം. സം ലോ കലോറി ഫുഡ്സ്, കലോറി കുറവായിട്ടുള്ള ഭക്ഷണങ്ങൾ ഞാൻ കഴിക്കണം. മോസ്റ്റ് ലൈക്ലി സലാഡ്സ്, വെജിറ്റബിൾസ്, അതായത് പച്ചക്കറികൾ, അതുപോലുള്ള അത് എല്ലാവരുടെയും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇവയൊന്നും ബോഡി വെയിറ്റ് കൂട്ടില്ല എന്നുള്ളത്. അതപ്പോ സലാഡുകളും വെജിറ്റബിൾസും, ഈ സലാഡുകളും വെജിറ്റബിൾസും ഒരുപക്ഷെ എനിക്ക് ഇഷ്ടമായിരിക്കില്ല, ഏതുപോലും ഇഷ്ടമായിരിക്കില്ല. നേരത്തെ കഴിച്ചുകൊണ്ടിരുന്ന മധുര പലഹാരങ്ങളും അല്ലെങ്കിൽ ശരീരഭാരം കൂട്ടുന്ന ഭക്ഷണങ്ങളും ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ ഇഷ്ടപ്പെടാത്ത ഭക്ഷണങ്ങളായിരിക്കാം. യു റിയലി ഡോണ്ട് വാണ്ട് ദാറ്റ് സ്റ്റഫ്, യു റിയലി ഡോണ്ട് ലൈക്ക് ദാറ്റ് സ്റ്റഫ്. അത് പറഞ്ഞു. വാട്ട് യു റിയലി ലൈക്ക് ഈസ് ദി അതർ സ്റ്റഫ്. മറ്റേതാണ് എനിക്ക് ഇഷ്ടം, ഏത്? ഈ ശരീരഭാരം കൂട്ടുന്നത്. ബട്ട് യു ഡോണ്ട് ലൈക്ക് വാട്ട് ഇറ്റ് ഈസ് ഡൂയിങ് ടു യു. അതേ സമയത്ത് ഞാൻ ഇഷ്ടപ്പെടുന്ന ഭക്ഷണം എന്നിൽ ഉണ്ടാക്കുന്ന റിസൾട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതാണ് അവിടെ ഒരു വിരോധാഭാസം. ബട്ട് യു ഡോണ്ട് ലൈക്ക് വാട്ട് ഇറ്റ് ഈസ് ഡൂയിങ് ടു യു. അത് എനിക്ക് ചെയ്യുന്ന അതെനിക്ക് അതിന്റെ പ്രവൃത്തി എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. എന്താണ്? എന്റെ ശരീരഭാരം കൂടുന്നുണ്ട്, അതെനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ആസ് യു വർക്ക് against yourself, as you stop eating what you want to eat and start eating what you don't want to eat, you are going to see some change in your body. മാറ്റങ്ങൾ സംഭവിക്കുന്നത് എങ്ങനെ എന്നാണ് ഇവിടെ പറഞ്ഞത്, ഇത്രയും പറഞ്ഞു വന്നത്. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഭക്ഷണം കഴിക്കാൻ തുടങ്ങുക, എനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുന്നത് നിർത്തുക, അത് നിർത്തിയിട്ട് ഇഷ്ടപ്പെടാത്ത ഭക്ഷണം കഴിക്കാൻ തുടങ്ങാം. ഇഷ്ടപ്പെടാത്തതെന്ന് പറയുമ്പോൾ അത് ഒരുപക്ഷെ ഈ സലാഡും വെജിറ്റബിൾസും അതൊരു തുടക്കത്തിൽ ഇഷ്ടപ്പെടാത്ത ഭക്ഷണമായിരിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പൊ അത് ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നു? യു ആർ ഗോയിങ് ടു സീ സം ചേഞ്ചസ്. അപ്പോൾ മാത്രമേ മാറ്റങ്ങൾ, എന്റെ ശരീരത്തിലുള്ള മാറ്റങ്ങൾ ഞാൻ കാണുവാൻ തുടങ്ങുള്ളൂ എന്നാണ് പറയുന്നത്. As your body begins to change and you start losing weight, you think better. നേരത്തെ
അശോകൻ പറയുമ്പോ സംസാരിക്കുമ്പോൾ പറയുണ്ടായിരുന്നു വളർച്ചയുള്ള ആളുകളെ കുറിച്ച് പറയുന്നത്. അപ്പൊ അവിടെ അക്സെപ്റ്റൻസിനെ കുറിച്ചൊക്കെ മൂപ്പര് സംസാരിച്ചു. ഇത് ഇവിടെ അതന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. അപ്പൊ ആദ്യം ശരിയാണെന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങൾ ശരിയല്ലാതാവുകയും പറ്റാത്ത കാര്യങ്ങളെ ചെയ്യുവാനും തുടങ്ങുമ്പോഴാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത്. അപ്പൊ ബോഡി, എന്റെ ആഗ്രഹം എന്താണ്, എനിക്ക് താല്പര്യം എന്റെ ബോഡി വെയിറ്റ് കുറയണം എന്നാണ്. അപ്പൊ അത് വെയിറ്റ് കുറയൽ സംഭവിക്കുമ്പോ ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ കുറച്ചുകൂടി ഈ പറഞ്ഞ വളർച്ചയുള്ള അവസ്ഥ അതിലേക്ക് എത്താണ്. യു തിങ്ക് ബെറ്റർ അബൌട്ട് യുവർ സെൽഫ്. ഞാൻ എന്നെ കുറിച്ച് തന്നെ ഞാൻ നല്ല രീതിയിൽ ഒരു ചിന്തിക്കുവാൻ തുടങ്ങും. യുവർ സെൽഫ് എസ്റ്റീം ഗോസ് അപ്പ്. ഈ ശരീരഭാരം കൊണ്ടുള്ള മാനസിക പ്രശ്നങ്ങൾ മെല്ലെ മെല്ലെ അകന്നു പോകും എന്ന് തന്നെയാണ് ഇതെന്ന് മനസ്സിലാക്കുന്നത്. യുവർ സെൽഫ് എസ്റ്റീം ഗോസ് അപ്പ്. യു ക്യാൻ ഡു തിങ്സ് യു കുഡിൻ ഡു ബിഫോർ. നേരത്തെ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും വളരെ എളുപ്പം ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നു. ശരീരഭാരം കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നു. യു ഹാവ് ഡിഫറെന്റ് റിലേഷൻഷിപ്പ്. യുവർ ലൈഫ് ഈസ് റിയലി ബിഗിനിങ് ടു ചേഞ്ച് ആസ് എ റിസൾട്ട് ഓഫ് ദിസ്. ഇതുകൊണ്ട് ജീവിതം മാറുന്നത് കാണാൻ പറ്റുന്നുണ്ട്. എന്റെ വ്യക്തിപരമായിട്ടുള്ള മറ്റുള്ള ആളുകളുമായിട്ടുള്ള എന്റെ ബന്ധങ്ങളിലുള്ള മാറ്റങ്ങൾ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോ then it is very interesting. People tell me that food they didn't like, the low calorie stuff, they begin to like. ഇഷ്ടപ്പെടാത്തത് ഇഷ്ടപ്പെടുവാൻ തുടങ്ങുകയാണ്. അതാണ് ഇഷ്ടപ്പെടാത്തത്. ഒരു മാനസികാവസ്ഥയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത് മാറിയിട്ട് അതിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങുകയാണ്. എന്തുകൊണ്ട്? അത് തരുന്ന റിസൾട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്താണ്? ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എനിക്ക് സംഭവിക്കുമ്പോഴാണ്. അപ്പൊ അങ്ങനെ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങുന്നു. They don't even want the things they used to anymore. നേരത്തെ ഇഷ്ടപ്പെട്ട് കഴിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ പിന്നീട് വേണ്ടെന്ന് വെക്കുന്നു. Those new foods have become a part of their way of life. അതാ. അപ്പൊ ഈ പുതിയ രീതിയിലുള്ള ഈ സലാഡ്, വെജിറ്റബിൾസ്, ഇതുപോലുള്ള ഉദാഹരണങ്ങൾ പറഞ്ഞു, അതാണ് അവരുടെ ജീവിതത്തിന്റെ ഒരു വഴിയായി, ഒരു വേ ഓഫ് ലൈഫ്, ജീവിതം മുന്നോട്ട് പോകുന്ന ഒരു മാർഗമായിട്ട് പിന്നീട് ആയിത്തീരുന്നത്. The same thing happens in the human personality. We get rid of the old things and start practicing the new. ഇതന്നെയാണ് ഈ മനുഷ്യന്റെ വ്യക്തിത്വത്തിൽ സംഭവിക്കുന്നത്. നമ്മൾ പഴയ കാര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് പുതിയ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുന്നു. With these new things, more love, tolerance, patience, we begin to have more people in our lives and fewer problems with the people. ആളുകളുമായിട്ടുള്ള പ്രശ്നങ്ങൾ കുറഞ്ഞു വരുന്നു. കൂടുതൽ ആളുകളുമായിട്ട് സ്നേഹത്തോടു കൂടി ജീവിക്കാൻ സാധിക്കുന്നു. ഈ ഉണ്ടാവുന്ന മാറ്റങ്ങൾ കൊണ്ട് പറയണം, അതിന്റെ റിസൾട്ട് പറയണം. We begin to have more and more people in our lives and fewer problems with people. Fewer problems with മനുഷ്യരുമായിട്ടുള്ള ആളുകളുമായിട്ടുള്ള പ്രോബ്ലംസ് കുറഞ്ഞു വരുന്നു. ആൻഡ് വി റിസീവ് മോർ കറേജ്. ഇതെല്ലാം വഴി സംഭവിക്കുന്നതാണ്. ആളുകളുമായിട്ടുള്ള പ്രോബ്ലംസ് കുറഞ്ഞു വരുമ്പോൾ എന്താവും? എനിക്ക് ധൈര്യം കൂടുതലാവും. ആൻഡ് ആസ് വി റിസീവ് മോർ കറേജ്, വി ക്യാൻ ഡു തിങ്സ് വി കുഡിൻ ഡു ബിഫോർ. നേരത്തെ പറഞ്ഞ അതേ ഉദാഹരണം ഇവിടെ അതിനെ ജസ്റ്റ് ഒന്ന് റീപ്ലേസ് ചെയ്യണം. നേരത്തെ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ഇപ്പോൾ ഈ കിട്ടിയ റിസൾട്ട് കൊണ്ട് ചെയ്യാൻ പറ്റുന്നു. അവർ സെൽഫ് എസ്റ്റീം ഗ്രോസ്. വി ഫീൽ ബെറ്റർ അബൌട്ട് അവർ സെൽഫ്. എനിക്ക് എന്നെ തന്നെ കുറിച്ചുള്ള ഒരു ധാരണ മെച്ചപ്പെടുകയാണ്. എന്റെ സ്വയമര്യാദ എനിക്ക് കൂട്ടുവാൻ സാധിക്കുന്നുണ്ട്. അത് വളരുവാൻ സാധിക്കുന്നുണ്ട്. ഞാൻ എന്നോട് തന്നെ ഒരു ബെറ്റർ ഫീലിംഗ് ആയിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. As we practice the steps, we see powerful changes taking place in our lives. അപ്പൊ പടികൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഗുണമേന്മ ഏറിയ ഒരു റിസൾട്ടിനെ കുറിച്ചാണ് നമ്മൾ ഇത്ര നേരം വായിച്ചത്.
പടികളുടെ പ്രാധാന്യം ഇതിൽ നിന്നും മനസ്സിലാവും. ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാൻ വളരെ വിഷമം ഉണ്ടായിരുന്ന പല കാര്യങ്ങളും ഇതുകൊണ്ട് ചെയ്യാൻ സാധിക്കും. മനുഷ്യബന്ധങ്ങളിലുള്ള വ്യത്യാസങ്ങളെ കുറിച്ച് പറഞ്ഞു. അത് എനിക്കുണ്ടാവുന്ന ധൈര്യത്തെ കുറിച്ച് പറഞ്ഞു. ഇതൊക്കെയാണ് ഈ പടികൾ പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ ഒരു ഗുണത്തെ കുറിച്ചാണ് ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത്. ഏതായാലും സമയം 11:25 ആവാറായി, 11:23 നമുക്ക് ഇവിടെ നിർത്താം. ഇവിടെ നിർത്തിയിട്ട് നമുക്ക് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ 5 മിനിറ്റ് ഇതിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ പറയാം. താങ്ക് യു രാജേഷ് ജി. താങ്ക് യു ലക്ഷ്മൺ ചേട്ടാ, താങ്ക് യു.